സർ, നമ്മുടെ ബിഹേവിയർ സ്ക്രബിൽ വന്നൊരു സംശയമാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന്. അത് തെറ്റാണ്. മുഖം മിനുക്കാനുള്ളവർക്ക് ധൈര്യമായിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം. എന്നാൽ ചില ക്യാൻസർ ചികിത്സയിലുള്ളവർ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഗർഭിണികൾ, കരളിനും ലിവറിനും ഒക്കെ അസുഖമുള്ളവർ, ബ്ലഡ് ഡിസോർഡേഴ്സ് ഉള്ളവരും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് വളരെ ധൈര്യമായിട്ട് ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് മുഖം മിനുക്കാം. അതേപോലെ തന്നെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നേ, നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, അത് ഭാവിയിൽ ക്യാൻസറിന് സാധ്യതയാകുമെന്ന് പറയുന്നുണ്ടല്ലോ. അതും തെറ്റാണ്. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതിൽ അവസാനം റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട്. അതാണ് ആൾക്കാരിൽ ഭയമുണ്ടാക്കാനുള്ള കാരണം. പക്ഷേ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ ഈ റേഡിയേഷൻ, അതായത് ലൈറ്റിൻ്റെ അതിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. അത് നോൺ അയണൈസിങ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ DNA ഡാമേജ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ടൈപ്പ് റേഡിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് സേഫാണ്. നമുക്ക് ഹെയർ റിമൂവലല്ല, അതുപോലെ തന്നെ പല നമ്മുടെ ചികിത്സയ്ക്കും ലേസർ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ലേസർ ഒരു രീതിയിലും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല. പലപ്പോഴും ക്യാൻസർ ചികിത്സയ്ക്ക് ഈ ലേസർ ഉപയോഗിക്കാറുണ്ട്.